എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് രാവിലെ അലാറം കേട്ട് എഴുന്നേക്കുവാണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞു ഗീതു നല്ല ഉറക്കുക. അങ്ങനെ ഗോവിന്ദ് എഴുന്നേറ്റ് പിന്നീട് നേരെ താഴേക്ക് എല്ലുവാണ്. ഈ സമയത്ത് അയ്യപ്പേടൻ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയ്യപ്പേടൻ പറഞ്ഞു, അല്ല കുഞ്ഞെ ഇതെങ്ങോട്ടാ നമ്മൾ രാവിലെ പോണേന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട്, അയ്യപ്പേട്ടൻ കേറാൻ പറയണം. അല്ല എങ്ങോട്ടാ പോണേന്ന് അതൊക്കെ പറയാം. ഞാനല്ലേ ഡ്രൈവ് ചെയ്യുന്നേ, എന്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗീതു എന്ത് ചെയ്യാണ്, അലാറത്തിന് ശബ്ദം കേട്ട് എഴുന്നേക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഗീതുവിന്റെ കണ്ണ് വന്ന് ഗോന്ത് പൊത്തുവാണ്. ഇതെന്താ കണ്ണേട്ടാ, അത് കണ്ണേട്ടാ വെറുതെ പറ്റിക്കില്ല, ഞാൻ ആദ്യം എഴുന്നേറ്റ്, കണ്ണായനും വെറുതെ എന്നെ കണ്ണു പൊത്തി പിടിക്കണ്ടെന്ന് പറയും. അതെ ഞാൻ ആദ്യം എഴുന്നേറ്റ് ഇങ്ങോട്ട് ഏറ്റു വന്നാൽ മതി, ബെറ്റ് ഞാനാ ജയിച്ച എന്നൊക്കെ പറയണം. പിന്നീട് ഗീതുവിന്റെ കണ്ണു പൊത്തിക്കൊണ്ട് കണ്ണനെ കണി കാണിക്കാനായിട്ട് കൊണ്ടുവരുവാണ്. അങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട്, സൂക്ഷിച്ചു വേണം, വയറ്റിലൊരു കുഞ്ഞുള്ളാന്നുള്ള ഓർമ്മ വേണമെന്ന് പറയണം. അതൊക്കെ എനിക്ക് അറിയാമെന്ന് ഗീതു പറയാം. അങ്ങനെ താഴേക്ക് കൊണ്ടുവന്നു. അവിടെ കണ്ണനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണനെ കൊണ്ടുവന്ന് കണി കാണിക്കുവാണ്. ഗീതുവിന് സന്തോഷമായി. എങ്ങനെയുണ്ട്? എന്നാലും വേണ്ട, വയറ്റി കിടക്കുന്ന കുഞ്ഞിനെങ്കിലും ഓർത്ത് എന്തേ കണ്ണേട്ടൻ അങ്ങോട്ട് തോറ്റു തരാൻ എല്ലാരും ചോദിക്കും. അയ്യേടാ തോറ്റു തന്നു പോലും. അതെ ഇതൊരു കണി, ഇനി വേറൊരു കണി ഉണ്ടെന്ന് പറയും. എന്ത് കണി? അതൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാന്ന് പറയണ. പിന്നീട് ഗോവിന്ദ് കണ്ണു പൊത്തുക. എന്താ കണ്ണേട്ട കണ്ണു പൊത്തുന്നേ? അതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കണ്ണു പൊത്തി അങ്ങോട്ട് കൊണ്ടുപോയി വേണം. അങ്ങനെ കൊണ്ടുവന്ന് വിജയലക്ഷ്മിയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോ കണ്ണ് അങ്ങ് തുറന്നു നോക്കാൻ പറയണ. ഒരു നിമിഷം ഗീതു ഞെട്ടിപ്പോയി. അമ്മ ഇരിക്കുന്നു. അമ്മയെന്ന് പറയണം. അമ്മ ഇങ്ങനെ ഇവിടെ വന്നു. പെട്ടെന്ന് തന്നെ ഗീതു ഓടിച്ചെന്ന് വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിച്ചവള് ഉമ്മയെ കൊടുക്കണം. ഗോവിന്ദ് പറഞ്ഞു, എങ്ങനെയുണ്ട് എന്റെ ഈ കണി? സൂപ്പർ ആയിട്ടുണ്ട്, ഇതായിരുന്നല്ലേ സർപ്രൈസ്. എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കണ്ണേട്ടാന്ന് പറയാം. അല്ല അമ്മേ, അമ്മ ഇങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കാം. എന്റെ മോളെ അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഇന്നലെ എന്നെ ഡിസ്ചാർജ് ചെയ്തതാ, പക്ഷെ ഇവനുണ്ടല്ലോ ഇവനത് മറച്ചു വെച്ചു. എന്നിട്ട് വെളുപ്പിന് അയ്യപ്പെണ്ണും ഇവനും കൂടെ വന്ന് എന്നെ പൊക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നെന്ന് പറയാം. അമ്പളെ കള്ള, അപ്പൊ അതായിരുന്ന കാര്യമല്ലേന്ന് ചോദിക്കാണ്. പിന്നീട് ഗോവിന്ദും കൂടെ അങ്ങോട്ട് വന്നിരുന്നു. വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഇടവും വലമായിട്ട് ഗീതവും ഗോവിന്ദ് ഇരിക്കുകയാണ്. പിന്നീട് ഗോവിന്ദ് വിജയലക്ഷ്മിക്ക് ഉമ്മയെ കൊടുക്കുന്നുണ്ട്. വിഷുവായിട്ട് ഗോവിന്ദന്റെ വക അതായിരുന്നു സമ്മാനം. അതിനുശേഷം ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് വിഷു കൈ നീട്ടം തരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി എന്ത് ചെയ്യണം, കയ്യിൽ നിന്ന് ചില്ലറ പൈസ എടുത്തിട്ട് ഗോവിന്ദിനും ഗീതിനും വിഷു കൈ നീട്ടം കൊടുക്കുക. പിന്നീട് ഗീതിനോട് പറഞ്ഞു, ഇത് മാത്രമല്ല എല്ലാവർക്കും ഉള്ള പുതിയ ഡ്രസ്സ് വരെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗോവിന്ദ്, എല്ലാം അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഗീതുവിനുള്ള ഗോവിന്ദിനുള്ള എടുത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് പിന്നെ കൊടുക്കാന്ന് പറയാം. ഗീത പറഞ്ഞു, എന്നാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്ന കേട്ടോ, ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. എന്ത് ചെയ്യാനാ, എന്നെ വരെ ഞെട്ടിച്ചു കളഞ്ഞുവന്. ചെമ്പകശ്ശേരിയിലേക്ക് പോകാനായിട്ട് ഞാൻ തുടങ്ങിയതാ, ഇവൻ വിട്ടില്ല. ഇവൻ എന്താ പറഞ്ഞെന്നറിയോ, ചെമ്പകശ്ശേരിയിലേക്കാണെങ്കിൽ ഞാൻ ഡിസ്ചാർജ് വാങ്ങിപ്പിക്കില്ല, ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കും എന്ന് പറഞ്ഞു. അവസാനം നിവർത്തിയില്ലാതെ എനിക്കിങ്ങോട്ട് പോരണ്ട വന്നു പറയാം. അമ്മ ചെമ്പകശ്ശേരി പോയി തനിച്ചെന്ത് ചെയ്യാനാ, അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല, അമ്മ അവിടെയല്ല ഇവിടെ അമ്മ നിൽക്കണ്ടേന്ന് ഗീത് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് ഒന്ന് ചിരിച്ചു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ രേഖയുടെ കണ്ണ് പൊത്തിക്കൊണ്ട് പ്രിയ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കണ്ണനെ കണി കാണിക്കുവാണ്. കണ്ണനെ കണി കാണിച്ചിട്ട് അങ്ങ് തിരിയുമ്പോഴാണ് അവിടെ വിജയലക്ഷ്മി അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. വിജയലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് അവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുവാണ്. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യുവാണ്, ഗീത പറഞ്ഞു, അതെ അമ്മേനെ ഞാൻ പോയി റെഡിയാക്കിക്കൊണ്ട് വരാന്ന് പറയണം. എന്തിനാ നീ റെഡിയാക്കുന്നേ? എന്റെ അമ്മ സുന്ദരിയാന്ന് പറയണ. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കണം മോനെ എന്ന് പറയണ. അങ്ങനെ അവസാനം ഗീതവും വിജയലക്ഷ്മിയൊക്കെ അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞു. അതിനുശേഷം രഞ്ജുവിനെ കണ്ണു പൊത്തിക്കൊണ്ട് അങ്ങോട്ട് വരും. അപ്പൊ രഞ്ജുവിനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ഗീത കണ്ണു പൊത്തിക്കൊണ്ട് വരുവാണ്. കണ്ണു പൊത്തിക്കൊണ്ട് വന്നതിന് ശേഷം അവിടെ നിർത്തി. അപ്പം കണ്ണനെ കണി കാണാനാണല്ലോ. അങ്ങനെ അടുത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേനും വിജയലക്ഷ്മി അങ്ങനെ സർവ്വ ഐശ്വര്യത്തോടും കൂടി അവിടെ നിൽക്കുന്ന കാഴ്ച കിടന്നേ. അമ്മയോ എന്നും പറഞ്ഞോണ്ട് ഓടിപ്പോയി വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മയെന്നും പറഞ്ഞോണ്ട് അങ്ങനെ രഞ്ജുവിനും അവർക്കെല്ലാം കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ്. ഈ സമയത്ത് ഈ കാഴ്ചകളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും ഗീതുവിനും സന്തോഷമായി. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വിഷു ആഘോഷിക്കുന്നത്. ഗോവിന്ദ് പറഞ്ഞു, ഇങ്ങനൊരു വിഷു ഇനി വരുന്ന വർഷങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, വരുന്ന എല്ലാ വർഷവും നല്ല സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ആയിരിക്കണം എന്നൊക്കെ ഗോവിന്ദ് പറയണം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണം. അതുകൊണ്ടാണല്ലോ ഞാൻ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, നീ എന്താ പറഞ്ഞേ,
വിജയലക്ഷ്മി പറഞ്ഞു അത് വേണ്ട. അതെ, ഞാനും എൻ്റെ മോനും കൂടെ തയ്യാറാക്കിയ പ്ലാനാ, അത് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വരണ്ടെന്ന് പറയണം. കണ്ടോ കണ്ടോ, ഇപ്പൊ അമ്മയും മോനും ഒറ്റക്കെട്ടായി, ഞങ്ങൾ എല്ലാവരും ഔട്ടായെന്ന് ഗീത് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രഞ്ജുവും രേഖയും പ്രിയ എല്ലാരും കൂടെ ചിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന മാർഗഴിയുടെ അമ്മയും കൂടെ തണ്ണിക്കര ഗ്രാമത്തിലോ, ഗ്രാമം എന്ന് പറഞ്ഞ ചെറിയ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ, അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ അവര് അവിടെയാണ് താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് രണ്ട് കുട്ടികൾ തമ്മിൽ പൊരിഞ്ഞ മഴക്കാണ്. രണ്ടെണ്ണം കൂടെ അങ്ങോട്ടും കൂടെ പിടിയും വലിയും ഉണ്ടായിക്കൊണ്ട് എടാ വിടാന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുവാണ്. ഈ സമയം മാർഗഴി അതിനകത്തേക്ക് ഒന്ന് ഇടപെട്ടു. എന്ത് പരിപാടിയാടാ കാണിക്കുന്നത്, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അവന്മാരെ രണ്ടുപേരെ മാറ്റി വിടുവാണ്. എന്നിട്ട് ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെയാണ്ടാ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഇവന് അതെ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, ആഹാ ഇന്ന് മാർഗഴി വെച്ച് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയാ. ആണോ, എടാ നിനക്ക് എന്നെ കണ്ട് പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ? ശേ എന്റെ ചേച്ചിയല്ലേ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കും. ഓ അങ്ങനെയാണല്ലോ അല്ലേന്ന് പറയണം. അതെ വിഷുവായിട്ട് ഞങ്ങൾക്ക് വിഷു കൈ നീട്ടൊന്നും ഇല്ലേ? പിന്നെ ഇല്ലേന്നോ, നിങ്ങൾക്ക് തന്നില്ലേ പിന്നെ ആർക്കാടാ വിഷു കൈ നീട്ടം തരുന്നതെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കുറെ പൈസയൊക്കെ വാരി കൊടുക്കുവാണ്. അല്ല ചേച്ചി പൊളിയായിട്ടുള്ളു, എന്ത് പറ്റി? അല്ല ചേച്ചി ഇവിടെ നിൽക്കാൻ പോകണോ? അതൊന്നും പറയാൻ പറ്റില്ല, പോലീസ് കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ ഇനി അകത്ത് പോയി കിടക്കുമെന്ന് പറയണം. ഈ സമയം മാർഗഴിയുടെ അമ്മ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ടാ. ഇതുവരെയായിട്ട് നേരം വെളുത്തില്ലല്ലോ മാർഗഴി, പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കാം. നേരം വെളുത്തില്ലെന്നോ? അപ്പൊ ഈ കുട്ടികളെല്ലാം ഇവിടെ കിടന്ന് ചിലക്കുന്നേ, അത് ഇവരിവിടെ കിടന്ന് ഡാൻസ് ചെയ്യുന്നൊന്നും കണ്ടില്ലേ? അമ്മ ആദ്യം കണ്ണേന്ന് ആ കണ്ണട ഇങ്ങോട്ട് ഊരി മാറ്റാൻ പറയണം. കണ്ണട ഊരി മാറ്റു. ഓ ഇത്രയ്ക്ക് നേരം വെളുത്തായിരുന്നില്ലേ, ഞാൻ ഓർത്ത് ഇവന്മാർക്കൊന്നും ഉറക്കമില്ലെന്ന് ഓർത്തു, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം. പിന്നീട് മാർഗഴി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം കുറച്ച് പ്രായ അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു, എന്താ പറ്റി, എല്ലാരും കൂടെ അയൽക്കൂട്ടം കൂടുവാണെന്ന് ചോദിക്കും. ഇത് കേട്ടതും അതിലൊരമ്മ പറഞ്ഞു, ഞങ്ങളിപ്പോ മാർഗഴിയുടെ കാര്യം പറഞ്ഞോളെന്ന് പറയും. നിങ്ങൾ എന്റെ കുറ്റമാണോ അതല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. കുറ്റമൊന്നും അല്ലാന്ന് പറയണ. പിന്നെന്താ പറഞ്ഞേ? അല്ല ചിലപ്പോ മാർഗഴി വരുമായിരിക്കും എന്ന് പറഞ്ഞാന്ന് പറയണ. ഇത് കേട്ടത് മാർഗഴിയുടെ അമ്മ പറഞ്ഞു, മോളെ നീ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അങ്ങ് എടുത്ത് കൊടുക്കാൻ പറയണം. ഇത് കേട്ടത് അവർ പറഞ്ഞു, ആഹാ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഉണ്ടോ? പിന്നെ ഡ്രസ്സ് ഇല്ലാതെ ഇനിയേ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് തണ്ണിക്കരയില്. ആ നല്ല കഥയായി, പ്രോഗ്രാം ഇവിടെ തണ്ണിക്കരയില. അത് നടക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കുടിച്ചു കൂത്താടി എല്ലാവരും നടക്കുമല്ലേ, അതുകൊണ്ടല്ലേ തണ്ണിക്കരയെന്ന് പേര് പോലും വന്നേ എന്ന് മാർഗഴിയോട് പറയുവാണ്. ഇത് കേട്ട മാർഗഴി പറഞ്ഞു, നമുക്ക് കാണാം എന്നൊക്കെ മാർഗഴി പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും വിഷുവിൻ്റെതായ പുതുവസ്ത്രങ്ങളെല്ലാം കൊടുക്കുവാണ്. ഈ സമയത്ത് രാധികാമ്മയുടെ കണ്ണ് പൊത്തിക്കൊണ്ട് കാഞ്ചന അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ രാധികാമ്മയോട് പറഞ്ഞു, രാധികാമ്മേ കണ്ണ് തുറക്കരുത് കിട്ടാന്ന് പറയാം. ഇല്ല ഞാൻ കണ്ണ് തുറക്കില്ല എന്ന് പറയണം. പിന്നീട് കാഞ്ചനോട് പറഞ്ഞു, നീ ഇത് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, കുറെ സമയം ആയല്ലോ എന്ന് പറയും. എന്റെ രാധിക മാമി താഴെ ഒന്ന് എത്തിക്കണ്ടേ, അതിന് ഞാൻ ഓടുവല്ലോ എന്ന് പറയണം. പതുക്കെയല്ലേ കൊണ്ടാൻ പറ്റുള്ളൂ, വല്ലയിടത്തും ഇടിച്ച് വീണിട്ടുണ്ടെ പിന്നെ എന്നെ ചീത്ത പറയില്ല രാധികാമ്മയെന്ന് ചോദിക്കാം. ഓ ശരി ശരി എന്നൊക്കെ പറയണം. അതെ ആദ്യം എന്നെ കണ്ണന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം, അറിയാലോ, അവനെ എനിക്ക് കണി കാണണമെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ്. അങ്ങനെ താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വിജയലക്ഷ്മിയും ഗീതും അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രാധികാമ്മനെ കണ്ണും പൊത്തിക്കൊണ്ട് കാഞ്ചന കൊണ്ടിരുന്ന കണ്ടപ്പത്തേനും ഗീതുവിനൊരു കുസൃതി. ഗീതു പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് കാഞ്ചനോട് മാറാൻ പറഞ്ഞിട്ട് വിജയലക്ഷ്മിയുടെ രാധികയുടെ കണ്ണ് പൊത്തുവാണ്. ഈ സമയം രാധിക പറഞ്ഞു, ഓ ഇപ്പൊ ഒരു സമാധാനം, ഇത്ര സമയം എന്തൊരു ഇറുക്കിയാ നീ പിടിച്ചോണ്ടിരുന്നേ, ഇപ്പൊ നല്ല മയമുള്ള കയ്യ്, ഓ നല്ല സുഖമുണ്ട് ഇപ്പൊ നിനക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ അറിയാം അല്ലേ കാഞ്ചന എന്നൊക്കെ പറയാണ്. ഗീതൊന്നും മിണ്ടിയില്ല. പിന്നീട് അങ്ങോട്ട് വിജയലക്ഷ്മിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഗോവിന്ദ അങ്ങോട്ട് മാറി. ഈ സമയം കാഞ്ചന പറഞ്ഞു, അയ്യോ മാമി കണി കാണാൻ പോവാന്ന് പറയണ. എടി കണി കാണാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ, നിനക്കത് മനസ്സിലാവുന്നില്ലേന്ന് ചോദിക്കുക. ഈ വർഷത്തെ കണി ഏറ്റവും നല്ല കണിയായിരിക്കും എന്ന് പറയണ, ഏറ്റവും വലിയ സർപ്രൈസും ആയിരിക്കും ഈ തവണ കണ്ണൻ പറഞ്ഞിരിക്കുന്നു പറയണ. അങ്ങനെ വിജയലക്ഷ്മിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ കൈ അങ്ങോട്ട് മാറ്റുവാണ് കണ്ണേലെ രാധികാമ്മ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൊട്ടു മുന്നിൽ ചിരിച്ചോണ്ട് വിജയലക്ഷ്മി ഇരിക്കുന്നു. ഒരു നിമിഷം രാധിക ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.